നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ അടുത്ത തീരുമാനം എന്താണ്, ഈ വ്യക്തിക്കും തേർഡ് പാർട്ടിക്കും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്. പ്രപഞ്ചശക്തിയിൽ മനസ്സ് സമർപ്പിച്ച് ഈ വായന കാണുക. അവസാനം കുറച്ച് പ്രണയ സന്ദേശങ്ങൾ കൂടി നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇന്നത്തെ ഈ വ്യക്തിയുടെ എനർജി നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ഊർജ്ജപ്രകാരം നമുക്ക് ലഭിക്കുന്നത് ഈ വ്യക്തി തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെയാണ്. പക്ഷേ ആരുടെയൊക്കെ കൂടെ തന്നെയാണെങ്കിൽ പോലും ഈ വ്യക്തി വളരെ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു എനർജിയിലാണ് കാണപ്പെടുന്നത്. ഒറ്റപ്പെട്ട മനസ്സായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും വേറെ സ്ഥലങ്ങളിലാണെങ്കിലും മറ്റുള്ളവർ കൂടി ഉണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒറ്റപ്പെട്ട് മറ്റൊരു സ്ഥലത്ത് ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ നോക്കുകയാണെങ്കിൽ പോലും വളരെയധികം വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഈ വ്യക്തിയെ തേടിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഇതിനോടകം ഈ വ്യക്തി അനുഭവിച്ചു കഴിഞ്ഞു. അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ ഈ വ്യക്തി നോക്കുന്നുമുണ്ട്. പക്ഷേ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ എങ്ങനെ എനിക്ക് സന്തോഷമായിട്ട് കഴിയാൻ പറ്റും എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ ചോദ്യം. തീർത്തും വളരെയധികം വിഷമത്തോടു കൂടിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ തേർഡ് പാർട്ടിയായി കാണിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളുടെ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഒരു ശല്യം പോലെ വന്നിട്ടുള്ള ഏതാനും ചില എനർജികളുടെ സാന്നിധ്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ ആ ഒരു ഉറച്ച തീരുമാനം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളെ ഈ വ്യക്തിയിൽ നിന്നും ഏത് വിധേനയും അകറ്റുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിലൂടെ പലതരത്തിലുള്ള പണമിടപാടുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നതും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെയും ചുറ്റിപ്പറ്റി കിടക്കുന്നു. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഈ വ്യക്തിക്ക് എന്തോ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടിയുമായി ബന്ധം സ്ഥാപിക്കേണ്ടതായിട്ടും കാണിക്കുന്നുണ്ട്. അതിന് ഈ വ്യക്തി വളരെയധികം ഇപ്പോൾ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോഴാണ് യഥാർത്ഥ സ്നേഹവും കരുതലും അതുപോലെ ഈ വ്യക്തിയെ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് നിങ്ങൾ നോക്കിയിരുന്ന ആ ഒരു സത്യവും ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. പലവരുടെയും കാര്യങ്ങൾ വിജയിക്കുവാൻ വേണ്ടി ഈ വ്യക്തിയെ ഒരു കരുവാക്കി മാറ്റുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തീർത്തും ഈ വ്യക്തിക്ക് വളരെയധികം സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തിയെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ ഒരിക്കലും നമുക്ക് അടിച്ച് ആക്ഷേപിച്ചോ അല്ലെങ്കിൽ അടിച്ചമർത്താനോ കുറ്റം പറയാനോ സാധിക്കില്ല. കാരണം ഈ വ്യക്തിയുടെ സാഹചര്യവും അത്രയും പ്രതികൂല അവസ്ഥയിലാണ് നിന്നിരുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിന്റെ ആഴം ഈ വ്യക്തിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ പലതരത്തിലുള്ള മോശപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളുടെ ഊർജവും നമുക്ക് ഇതിൽ നിന്നും വായിച്ചെടുക്കാനാകും. ഇതിൽ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മാന്ത്രിക വിദ്യകളോ പ്രാർത്ഥനകളോ ഇവിടെ മറ്റൊരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. സത്യത്തിൽ സ്ത്രീകൾ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഊർജത്തിൽ നിൽക്കുന്നത്, അതായത് തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതും മറ്റൊരു സത്യമാണ്. പൗർണമി അമാവാസി ദിനങ്ങളിലൊക്കെ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ മാനസികപരമായിട്ടുള്ള വിഷമങ്ങളോ നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയായി കാണിക്കുന്നു. ഇതിനോടകം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൂര്യഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കാനായി ശ്രമിക്കണം. അത് ജാതിയും മതവും ഒന്നുമില്ലാതെയുള്ള പ്രാർത്ഥന തന്നെയാണ്. സൂര്യഭഗവാനെ നോക്കി ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഊർജവും ഇവിടെ കുറച്ചധികം കുറഞ്ഞിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനകളോ അല്ലെങ്കിൽ സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുടങ്ങാതെ ഉപാസിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കണം.
കാരണം അത് ചെയ്യാനുള്ള മടി വരാനുള്ള സാധ്യതകളും ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ വ്യക്തിക്ക് എന്തൊക്കെ ബാധ്യതകളാണോ ഉണ്ടായിരുന്നത് അതെല്ലാം ഓരോന്നോരോന്നായി ഈ വ്യക്തി തീർത്ത് പരിഹരിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ യഥാർത്ഥ സോൾമേറ്റ് നിങ്ങളാണ് എന്നുള്ള സത്യവും ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ ആഗ്രഹിച്ചതെല്ലാം ഈ വ്യക്തി നേടിയെടുത്തപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ സാന്നിധ്യമില്ല എന്നുള്ള സത്യം ഈ വ്യക്തിയെ വേദനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ തന്നെയാണ് കാണിക്കുന്നത്. നടുക്കടലിൽ വളരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്കിതിൽ കാണാം. തീർത്തും അത് ഈ വ്യക്തിയുടെ അവസ്ഥ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ നിന്നും നീതി ലഭിക്കണമെന്നും നീതി ലഭിച്ചില്ലെങ്കിൽ ഈ വ്യക്തിക്ക് അത് സഹിക്കാനാവില്ല എന്നുള്ള ചിന്താഗതിയിലും തീരുമാനത്തിലുമാണ് ഈ വ്യക്തി എത്തി നിൽക്കുന്നത്. പക്ഷെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അടുക്കാൻ ശ്രമിക്കും തോറും ഓരോ സാഹചര്യങ്ങൾ വന്ന് ഈ വ്യക്തിയെ അകറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കുറച്ചധികം പരീക്ഷണ ഘട്ടങ്ങൾ ഏറെയുള്ള ഒരു ബന്ധമായി നമുക്കിതിനെ നോക്കിക്കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ പലതരത്തിലുള്ള കർമ്മകളും തീരേണ്ട സാഹചര്യവും ഉണ്ട്. അതിനാൽ പലതും നിങ്ങൾ അനുഭവിച്ചതും ഇനി കുറെയൊക്കെ അതിൻ്റെ എഫക്റ്റ് കുറയാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയും അതുപോലെ ജ്ഞാനദൃഷ്ടിയും പോലെ ഇരിക്കും. നിങ്ങൾക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി കാണാൻ കഴിവുള്ള ശക്തി വന്നിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അത് നിസാരമായി തള്ളിക്കളയരുത്. പല കാര്യങ്ങളും യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതകൾ ഏറെയായി കാണിക്കുന്നു. ഇത് തീർത്തും ഒരു ദൈവിക ശക്തിയുള്ള ഒരു കണക്ഷനായിട്ട് കാണിക്കുന്നുവെങ്കിൽ പോലും പലതരത്തിലുള്ള കർമ്മകളും ഇവിടെ കിടക്കുന്നതായി കാണിക്കുന്നുണ്ട്. അത് നിങ്ങളെ വട്ടം ചുറ്റിക്കുന്നുമുണ്ട്. പക്ഷേ വളരെയധികം പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് പ്രശ്നങ്ങളിലേക്ക് പോയാലും അത് പരിഹരിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും, അവസരങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നതും ഒരു കർമ്മ ബന്ധമായിട്ടാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും തമ്മിൽ തീർച്ചയായിട്ടും ഒരു ബന്ധമുണ്ടായിരുന്നു. അത് മുജ്ജന്മത്തിൽ നിന്നുള്ള ബന്ധം തന്നെ ആയിരിക്കണം. പക്ഷേ അതൊരിക്കലും സക്സസ് ആവില്ല, വിജയകരമാവില്ല. അതിൻ്റെ കാര്യത്തിൽ ഏതാണ്ടും ഉറപ്പാണ് എന്നുള്ളതാണ് കാർഡ്സ് കാണിക്കുന്നത്. ഏതോ ഒരു കർമ്മം അവർ തമ്മിൽ തീരാനുണ്ടായിരുന്നു. ആ ഒരു കർമ്മം തീർന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് മുന്നോട്ട് ആ ഒരു തേർഡ് പാർട്ടിയുടെ ശക്തി ക്ഷയിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. തേർഡ് പാർട്ടിയെ കൂടി വെച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷനും കൂടി ചെയ്യുകയാണെങ്കിൽ തീർത്തും തേർഡ് പാർട്ടി വേരോടെ നമുക്ക് പിഴുതെടുത്തെറിയാൻ സാധിക്കും. എന്തു തന്നെയായാലും ഇവിടെ ശക്തമായി നിൽക്കുന്നത് തേർഡ് പാർട്ടി, അതായത് സ്ത്രീ ആണെങ്കിൽ പോലും ഇവിടെ അതിശക്തരായിട്ട് നിങ്ങളെയും കാണപ്പെടുന്നുണ്ട്. നിങ്ങൾ സ്ത്രീയോ പുരുഷനോ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഒരു മൂർച്ചയേറിയ വാളാണ് എന്നാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത്. മൂർച്ചയേറിയ വാള് എന്തിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഉപകരണമാണ്. അത് തൊട്ടാൽ രക്തം വരും എന്ന് പറയുന്നത് പോലെ നിങ്ങളെ തൊട്ട് കളിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമോ പ്രപഞ്ചശക്തിയോ അതിനൊരു തിരിച്ചടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ വളരെ സത്യമാണ്. അത് നിങ്ങൾക്ക് ഇതിനു മുമ്പും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് ആ വിശ്വാസം തന്നെ നിങ്ങൾ ഉറച്ചു പിടിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. എന്തായാലും തേർഡ് പാർട്ടിയുമായുള്ള ഈ വ്യക്തിയുടെ കർമ്മബന്ധം ഇതിനോടകം കഴിയാൻ പോകുന്നു, അല്ലെങ്കിൽ പലവരുടെയും ജീവിതത്തിൽ കഴിഞ്ഞു പോയതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇനി ഒരു പുതിയ തുടക്കം ഉണ്ടാകുമ്പോൾ അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള സംസാരങ്ങളൊന്നും കഴിവതും പറയാതിരിക്കാനായി ശ്രമിക്കുക. കാരണം ഇവിടെ ഒരു പുതിയ തുടക്കം കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തിയിൽ നിങ്ങളുടെ മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ഈ വായന കണ്ടതിന് വളരെ നന്ദിയുണ്ട്. ഈ വായനയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങൾ ക്ലെയിം ചെയ്യണം. പോസിറ്റീവായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ, വാർത്തകളും നിങ്ങളെ തേടി എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി. നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.